ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇവന് കാപ്പി കൊടുക്ക്. ഇവൻ നിന്റെ മകനല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല. പിന്നെ ഇവനാരടി? ഞാൻ ചാലക്കമ്പോളത്തിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച കാളക്കുട്ടിയോ? പത്മാവതി എന്ന ഋതിക മേഡത്തിന്റെ അമ്മയുടെ പേര്. ഇന്ന് എന്തായാലും പത്മാവതി മേഡത്തെ കണ്ടെത്തണം, എവിടെയാണെങ്കിലും. രാധമ്മേ, എടീ ഇവൻ എഴുന്നേറ്റ് വന്ന് നീ കണ്ടില്ലേ? അതിന് ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട. മിനിങ്ങാന്ന് വരെ ഇവൻ എഴുന്നേറ്റ് വരുമ്പോ നീ കാപ്പി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിലയുമില്ലാത്ത ഇവിടുത്തെ ഒരു ഗൃഹനാഥനെന്ന് കരുതി ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ആ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണ്ട, അത് പോട്ടെ. ഞാൻ ഭാര്യയും മക്കളെയും മറന്നു ജീവിച്ചവനാണല്ലോ. നീ ഇവന് കാപ്പി കൊടുക്ക്. ഇവൻ നിന്റെ മകനല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല. പിന്നെ ഇവനാരടി? ഞാൻ ചാലക്കമ്പോളത്തിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച കാളക്കുട്ടിയോ? ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്, പറഞ്ഞേക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഞാൻ അമ്മയുടെ മകനല്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ല. അമ്മയല്ലേ പറഞ്ഞത് തള്ള ചവിട്ടിയാ പിള്ളയ്ക്ക് കേടില്ലെന്ന്? അമ്മ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനും ഏതിനും ഒരു അതിരുണ്ട്, അത് ലംഘിക്കരുത്. വാക്കുകൾ മുനയുള്ള ആയുധങ്ങളാ. കൊട്ടാൻ മുറിവേൽക്കും, വേദനിക്കും. കാര്യങ്ങൾ കൈവിട്ടു പിടിച്ചാ കിട്ടില്ല. പിന്നെ കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛാ, ആ കാര്യം വിട്ടേക്ക്, സാരമില്ല. രാജമോനെ, കാപ്പി. ലോറിക്ക് മുന്നിൽപ്പെട്ട തവളകളെ പോലെയാ ചിലര്. ഇങ്ങനെ വീർത്ത് കെട്ടിയിരുന്ന് ലോറിയെ വെല്ലുവിളിക്കും. ലോറി കയറി ഇറങ്ങി ചതച്ചരച്ചിട്ട് അതാ അതിന്റെ പാട്ടിനങ്ങ് പോവും. നല്ല ഒന്നാം തരം ഉപമ, അതും അതിരാവിലെ വെറും വയറ്റില്. എനിക്ക് മാത്രമേ കാപ്പിയുള്ളൂ, അച്ഛനില്ലേ? അച്ഛന് ഞാൻ കാപ്പി കൊടുക്കുന്നത് ശരിയല്ല. അല്ല, അതിന് അങ്ങേരുടെ ഭാര്യയുണ്ട്. അച്ഛനില്ലാത്ത കാപ്പി എനിക്കും വേണ്ട. മോനെ, ഇവൾക്ക് വഴക്ക് മുഴുവൻ എന്നോടാ, നിന്നോടല്ല. അമ്മയോട് വഴക്കിട്ട് പോലെടാ.
വെറുതെ മാതൃസഭ ഏറ്റുവാങ്ങല്ലേ. മോളെന്താ അവിടെ തന്നെ നിക്കുന്നേ? ഇങ്ങടുത്തു വാ. എന്താ മോളെ? മോളെന്തിനാ സങ്കടപ്പെടുന്നേ? പറയേ, എന്തു പറ്റി? അത് ചേച്ചി മിസ് ചെയ്യുന്നു മുത്തശ്ശി. ഉള്ളില് വല്ലാത്തൊരു വിങ്ങല്. മോളെ, ചേച്ചി കല്യാണം കഴിച്ച് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതല്ലേ? അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അല്ലല്ലോ പോയത്. ഇവിടെ അടുത്ത് തന്നെയല്ലേ രാജുവിന്റെ വീട്. അവള് വരും മോളെ. ചേച്ചിയെ അവിടെ പോയി കാണാൻ പറ്റില്ലേ? ആവശ്യമെങ്കിൽ പോയി കാണാം. പക്ഷേ അതിനൊക്കെ ചില ആചാരങ്ങളുണ്ട്, അത് ലംഘിക്കേണ്ടെന്ന് കരുതിയ. മോളെ, ഇക്കാലത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇതിന് പരിഹാരമായിട്ട്. ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് മിസ്സിംഗ് എന്നൊരു സംഗതിയേ ഇല്ല. മോൾക്ക് അവളെ ഫോൺ ചെയ്യാം, അതുപോലെ മെസ്സേജ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്ത് പരസ്പരം കണ്ടു സംസാരിക്കാം. തൽക്കാലം മോൾ അങ്ങനെ വല്ലതും ചെയ്യ്. മോള് വിഷമിക്കാതെ ചെല്ല്. ഇതാ മോളെ കാപ്പി. അയ്യോ വല്യമ്മ, കാപ്പി വേണമെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് വരുമായിരുന്നല്ലോ. വേണ്ട വേണ്ട, മോൾ ഇപ്പൊ അങ്ങോട്ടൊന്നും വരണ്ട. ദേ, രാധമ്മ സർപ്പക്കളത്തിലെന്ന പോലെ നിക്കുക. പൂക്കില് കൊടുത്താലേ ദണ്ട ഇപ്പൊ തന്നെ തുള്ളും. ദാ മോള് കാപ്പി കുടിക്ക്, പരിവേശം മാറട്ടെ. കുടിച്ചോളാം. രാധമ്മയും പെൺമക്കളും യൂണിയനാ മോള്. സമരസമിതി കൺവീനറാ എന്റെ മരുമോള് പ്രിയ. എല്ലാത്തിനും ഒരു തൊഴുത്തി കെട്ടാം. എന്റെ രാധമ്മ പാവ. അവള് പാവമല്ല, പാവയാ. അകലേ നോവിനാലേ